Hi students, welcome back to our class. We were discussing about the banking sector reforms in India. We completed the discussion on history of banking sector, reasons behind the banking sector reforms, objectives of banking sector reforms in India. Then we discussed about the Narasimham Committee's recommendation and the recommendations which were implemented by the government of India. Also the Narasimham Committee second and its recommendation, and we also discussed some of the issues in the banking sector. And one of the main issue was the capital adequacy norms or the capital adequacy ratio, and we discussed it completely in detail in the last lecture. In this lecture we'll be discussing about the non-performing assets. എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്, പഠിക്കുന്നത്. There are different types of assets for a bank or a financial institution. ഒരു ബാങ്കിനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ വ്യത്യസ്ത തരത്തിലുള്ള എന്തുണ്ടാകും, അസറ്റ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസോഴ്സ് എന്നൊക്കെ പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് അസറ്റാണ് എന്ത്, സ്റ്റാൻഡേർഡ് അസറ്റ്. Those loans which are regularly repaid, that is principal and interest amount. അസറ്റുകളിലെ പ്രധാനപ്പെട്ട ഒന്നാണ്, ബാങ്കുകളുടെ അസറ്റുകളുടെ പ്രധാനപ്പെട്ട ഒന്നാണ് ലോൺ. അപ്പോൾ സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്രിൻസിപ്പൽ അതുപോലെ ഇൻട്രസ്റ്റ് ഇവ രണ്ടും കറക്റ്റ് ടൈമിന് തിരിച്ചടക്കുന്ന ലോണുകളെയാണ് എന്ത്, സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് NPA, നോൺ പെർഫോമിംഗ് അസറ്റ്? NPA refers to those loans on which interest payments are 90 days past due. NPA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, 90 ദിവസത്തിന് ശേഷവും പലിശ അടക്കാത്ത ലോണുകളെയാണ് NPA ആയിട്ട് പരിഗണിക്കുന്നത്. NPA refers to those loans on which interest payments are 90 days past due. അടയ്ക്കേണ്ട ഡേറ്റ് കഴിഞ്ഞ് വീണ്ടും 90 ദിവസത്തിന് ശേഷവും അടക്കാത്ത, ഇൻട്രസ്റ്റ് അടക്കാത്ത, പലിശ കൊടുക്കാത്ത ലോണുകളെയാണ് എന്ത്, NPA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ലോൺ NPA ആയിട്ട് എപ്പോഴാണ് മാറുന്നത്, അതിൻ്റെ പലിശ അടയ്ക്കേണ്ട ഡേറ്റ് കഴിഞ്ഞ് 90 ദിവസത്തിന് ശേഷവും പലിശ അടച്ചിട്ടില്ലെങ്കിൽ ആ ലോണിനെ NPA ആയിട്ട്, നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് പരിഗണിക്കും. അതോടൊപ്പം തന്നെ മറ്റു പലതരത്തിലുള്ള അസറ്റുകൾ ബാങ്കിനുണ്ട്. അതിലൊന്നാണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്. എന്താണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ്? ലോൺസ് ഇൻ NPA കാറ്റഗറി ഫോർ എ പീരിയഡ് ഓഫ് അപ് ടു 12 months. NPA കാറ്റഗറിയിൽ 12 മാസം നിൽക്കുന്ന ഒരു ലോണിനെയാണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഡൗട്ട്ഫുൾ അസറ്റ്. ലോൺസ് ഇൻ സബ് സ്റ്റാൻഡേർഡ് കാറ്റഗറി ഫോർ നെക്സ്റ്റ് 12 months. അപ്പോൾ NPA കാറ്റഗറിയിൽ 12 മാസം കഴിഞ്ഞ ഒരു അസറ്റിന് സബ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നു. സബ് സ്റ്റാൻഡേർഡ് കാറ്റഗറിയിൽ 12 മാസം നിന്നതിന് ശേഷമുള്ള ഒരു അസറ്റിന് ഡൗട്ട്ഫുൾ അസറ്റ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തേത് ലോസ് അസറ്റ്. എന്താണത്? ലോൺസ് വിച്ച് ആർ ഐഡൻറ്റിഫൈഡ് ആസ് എ ലോസ് ഇൻ ദ ഓഡിറ്റിംഗ് പ്രോസസ്സ്. അപ്പോൾ അതിനുശേഷം ഡൗട്ട്ഫുൾ അസറ്റ് ആയതിനു ശേഷം പിന്നീട് ബാങ്കിൻ്റെ അസറ്റ്, അതായത് ഓഡിറ്റിംഗ് പ്രോസസ്സിൽ ഇതൊരു ലോസ്, ഒരു നഷ്ടമായ ഒരു ലോണാണ് എന്ന് അതിനെ രേഖപ്പെടുത്തിയാൽ അത് പിന്നെന്തായി, ലോസ് അസറ്റ് ആയി. നാലാമത്തേത് റൈറ്റ് ഓഫ് ലോൺസ്. എന്താണ് റൈറ്റ് ഓഫ് ലോൺസ്? ലോൺസ് ദാറ്റ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് എ ലോസ് ബൈ ദ ബാങ്ക്. ബാങ്ക് എന്ത് എഴുതി തള്ളിയ കടങ്ങളുണ്ടല്ലോ, അതിനെയാണ് റൈറ്റ് ഓഫ് ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് അസറ്റുകൾ, അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. സ്റ്റാൻഡേർഡ് അസറ്റ് എന്താണ്? കൃത്യമായിട്ട് ലോണിലെ പലിശയും മുതലും കൃത്യമായിട്ട് തിരിച്ചടക്കപ്പെടുന്ന ലോണുകളാണ് സ്റ്റാൻഡേർഡ് അസറ്റ്. ഇനി ഒരു ലോണിൻ്റെ പലിശ അടക്കാനുള്ള കാലാവധി ഡേറ്റ് കഴിയുകയും അതിനുശേഷം 90 ദിവസത്തിനുള്ളിൽ പലിശ ഒന്നും തന്നെ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ അതിനെയാണ് NPA എന്ന് പറയുന്നത്. ഇനി എന്താണ് സബ് സ്റ്റാൻഡേർഡ് അസറ്റ്? NPA കാറ്റഗറിയിൽ 12 മാസം NPA കാറ്റഗറിയിൽ നിന്ന് ഒരു അസറ്റിന് അതിനുശേഷം വിളിക്കുന്ന പേരാണ് എന്ത്, സബ് സ്റ്റാൻഡേർഡ് അസറ്റ്. എന്താണ് ഡൗട്ട്ഫുൾ അസറ്റ്? സബ് സ്റ്റാൻഡേർഡ് അസറ്റ് കാറ്റഗറിയിൽ 12 മാസം നിന്നു, അതിനുശേഷം ആ അസറ്റിനെ വിളിക്കുന്ന പേരാണ് ഡൗട്ട്ഫുൾ അസറ്റ്. എന്താണ് ലോസ് അസറ്റ്?
അതിനും ശേഷം ബാങ്കിൻ്റെ ഓഡിറ്റിംഗ് പ്രോസസ്സിൽ ഇതൊരു ലോസ് ആയിരിക്കാം എന്ന് പരിഗണിക്കുന്ന അസറ്റിനെയാണ് ലോസ് അസറ്റ് എന്ന് പറയുന്നത്. നാലാമത്തൊന്ന് റൈറ്റ് ഓഫ് ലോൺസ്. ലോൺസ് ദാറ്റ് ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് എ ലോസ് ബൈ ദ ബാങ്ക്. ബാങ്ക് അതിനൊരു നഷ്ടമായിട്ട് എഴുതിത്തള്ളിയ ഒരു ലോണായിട്ട് പരിഗണിക്കുന്നതിനെയാണ് റൈറ്റ് ഓഫ് ലോൺ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ NPAs ആർ വിത്ത് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ഏറ്റവും കൂടുതൽ NPA ഉള്ളത്, നോൺ പെർഫോമിംഗ് അസറ്റ് ഉള്ളത് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. എന്താണ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്? നാഷണലൈസ്ഡ് ബാങ്ക്സ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ബാങ്ക്. ഗവൺമെൻറ്റിന് കൂടുതൽ ഷെയറുള്ള ബാങ്കാണ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. ദ റീസൺ ബീയിങ് ദാറ്റ്, എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം? റൈറ്റ് ഓഫ് ഫോർ എ പബ്ലിക് ബാങ്ക് ഈസ് എ പേഴ്സണൽ ലോസ്. പബ്ലിക് ബാങ്ക്സ് ഷിഫ്റ്റഡ് ടു ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് ഷിഫ്റ്റഡ് ടു ദ ടാക്സ് പേയേഴ്സ്. എന്തുകൊണ്ടാണ് പബ്ലിക് സെക്ടർ ബാങ്കിൽ കൂടുതൽ NPA ഉണ്ടാവുന്നത്? പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഒരിക്കലും കടങ്ങൾ എഴുതി തള്ളാറില്ല. കാരണം അവരത് കടം എഴുതി തള്ളിയാൽ അത് അവരുടെ നഷ്ടമാണ്. എന്നാൽ പബ്ലിക് സെക്ടർ ബാങ്ക്സ് എന്താണ് ചെയ്യുക? ദേ ഷിഫ്റ്റ് ടു ദ ഗവൺമെൻറ്. അവരതൊക്കെ ഗവൺമെൻറ്റിന് മാറ്റിവെക്കും. ഏത്? കിട്ടാനുള്ള കടം എഴുതി തള്ളുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ് എഴുതി തള്ളുക. അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് നഷ്ടം വരുന്നില്ല. കാരണം ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്നാണ് കടം എഴുതി തള്ളുമ്പോൾ പൈസ നഷ്ടമാകുന്നത്. ആൻഡ് ഗവൺമെൻറ് ഷിഫ്റ്റ് ടു ദ ടാക്സ് പേയേഴ്സ്. അപ്പോൾ ആ നഷ്ടം വരുന്നത് ഗവൺമെൻറ് എന്ത് ചെയ്യും? അത് ടാക്സ്, ജനങ്ങളിൽ നിന്ന് ടാക്സ് ഈടാക്കിക്കൊണ്ട് ആ നഷ്ടം നികത്തുകയും ചെയ്യും. ദസ്, അതുകൊണ്ടാണ് NPA ഈസ് ആൻ എക്കണോമിക്സ് പ്രോബ്ലം. NPA ഒരു സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രശ്നമാണ്. അടുത്തൊരു പോയിന്റ് നോക്കാം. വൈ NPAs ആർ എ പ്രോബ്ലം. എന്തുകൊണ്ടാണ് NPA ഒരു പ്രശ്നമാകുന്നത്? അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പാക്ട്സ് ഓഫ് NPA? അതിലൊന്ന്, NPA ഒരു പ്രശ്നമായി മാറാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ലെസ് ഇൻട്രസ്റ്റ് ഈസ് ഏൺ ബൈ ദ ബാങ്ക്സ്. NPA കൂടുന്നതോടുകൂടി ബാങ്കുകൾക്ക് ലഭിക്കേണ്ട പലിശ കുറഞ്ഞു വരുന്നു, അല്ലേ? അപ്പോൾ NPA കൂടുന്നതോടുകൂടി ബാങ്കുകൾക്ക് ലഭിക്കുന്ന പലിശ കുറഞ്ഞു വരുന്നു. അപ്പോൾ NPAയുടെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താണ്? ലെസ് ഇൻട്രസ്റ്റ് ഈസ് ഏൺ ബൈ ദ ബാങ്ക്സ്. ബാങ്കിന് വളരെ കുറച്ച് ഇൻട്രസ്റ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തേത് പ്രൊവിഷനിങ് ഫോർ NPA. ഒരു ബാങ്കിന് ഒരു NPA ഉണ്ടായാൽ, അല്ലെങ്കിൽ 1000 കോടി കടം കൊടുത്ത് അത് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ പ്രൊവിഷനിങ് എന്നൊരു പോളിസി ഉണ്ട്. കാരണം ഒറ്റയടിക്ക് 1000 കോടി പോലുള്ള വലിയ സംഖ്യകൾ ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഒരു നഷ്ടമായിട്ട് രേഖപ്പെടുത്തിയാൽ അതെന്താണ്? ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതങ്ങളാണ് ബാങ്കിൻ്റെ മാർക്കറ്റിൽ അഥവാ ഷെയർ മാർക്കറ്റിലൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അത് വരാതിരിക്കാൻ പ്രൊവിഷനിങ് എന്നൊരു ഘടകമുണ്ട്. എന്താണ് പ്രൊവിഷനിങ്? എത്രയാണോ കടം കൊടുത്തത് അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം തിരിച്ച് ബാങ്കിലേക്ക് കൊണ്ടുവരിക. അത് ബാങ്കിൻ്റെ അസറ്റുകൾ വിറ്റുകൊണ്ട്, ബാങ്കിൻ്റെ പ്രോപ്പർട്ടി വിറ്റുകൊണ്ടൊക്കെ ചെയ്യാം. അപ്പോൾ നേരത്തെ നമ്മൾ CARനെ കുറിച്ച് പറഞ്ഞു, അത് കമ്പൽസറി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രൊവിഷനിങ് എന്ന് പറയുന്നത് CARൻ്റെ പുറമേ ഉള്ളതാണ്. CAR എന്ന് പറയുമ്പോൾ എത്രയാണോ കടം കൊടുത്തത് അതിൻ്റെ 9% ബാങ്ക് എന്ത് ചെയ്യണം? ക്യാപിറ്റലായിട്ട് ബാങ്കിൽ അല്ലെങ്കിൽ റിസർവ് ആയിട്ട് ബാങ്കിൽ തന്നെ സൂക്ഷിക്കണം. പ്രൊവിഷനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് NPA. ആസ് എ പാർട്ട് ഓഫ് NPA ഷുഡ് ബി കെപ്റ്റ് ആസ് എക്സ്ട്രാ ക്യാപിറ്റൽ ബൈ ദ ബാങ്ക്സ്. ആ NPAയുടെ ഒരു നിശ്ചിത ശതമാനം എക്സ്ട്രാ ക്യാപിറ്റലായിട്ട് ബാങ്ക് എടുത്തു വെക്കണം, അപ്പാർട്ട് ഫ്രം CAR. പ്രൊവിഷനിങ് ബിക്കംസ് ഹയർ വെൻ അസറ്റ് ക്വാളിറ്റി ഡിക്രീസസ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ്, ലോസ് അസറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ അസറ്റിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് പ്രൊവിഷൻ ചെയ്യുന്നതിൻ്റെ അളവ് കൂടും. മോർ ദ പ്രൊവിഷനിങ് ലെസ് വിൽ ബി ദ എബിലിറ്റി ടു ഗിവ് ലോൺസ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ ബാങ്കുകൾ ഈ പ്രൊവിഷനിങ്ങിൻ്റെ അളവ് കൂടുന്നതോടുകൂടി ബാങ്കുകൾക്ക് പിന്നെ ആ പൈസയിൽ നിന്ന് പിന്നീട് കടം കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ ബാങ്കിൻ്റെ അസറ്റ് കുറഞ്ഞു വരും. പിന്നീട് ജനങ്ങൾക്ക് കടം കൊടുക്കാൻ പൈസ ഇല്ലാത്ത ഒരു സാഹചര്യം വരും. അപ്പോൾ ബാങ്കുകൾ നിലനിൽക്കുന്നത് കടം കൊടുക്കുകയും ക്രെഡിറ്റ് ക്രിയേഷനിലൂടെ, ഇൻട്രസ്റ്റിലൂടെയാണ് ബാങ്കുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു സാഹചര്യം ഇല്ലാതാകും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് NPA പ്രശ്നം രൂക്ഷമായി വന്നാൽ. ഇനി മറ്റൊരു പോയിന്റ്, റീസൺസ് ബിഹൈൻഡ് NPA. എന്തുകൊണ്ട് NPA ഉണ്ടാകുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ? അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ലാക്ക് ഓഫ് എബിലിറ്റി ടു റീപേ. തിരിച്ചടക്കാൻ ശേഷിയില്ലാതിരിക്കുക, അല്ലേ? നമ്മൾ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിച്ച് കടമെടുക്കുന്നു,
ബിസിനസ് പൊളിഞ്ഞു പോകുന്നു, കടം തിരിച്ചടക്കാൻ കഴിയുന്നില്ല. ഇതാണ് എന്ത്? ലാക്ക് ഓഫ് എബിലിറ്റി ടു റീപേ. ദ പേർപ്പസ് ഫോർ വിച്ച് ലോൺ വാസ് ടേക്കൺ വാസ് ഇൻ സക്സസ്ഫുൾ. ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ ലോൺ എടുത്തത് ആ ആവശ്യം പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. രണ്ടാമത്തെ ഒന്ന് ലാക്ക് ഓഫ് വില്ലിങ്നെസ്, തിരിച്ചടക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ നീരവ് മോഡി അതുപോലെ വിജയ് മല്യയുടെയൊക്കെ കേസുകൾ ഇങ്ങനെയാണ്. ലാക്ക് ഓഫ് വില്ലിങ്നെസ്, തിരിച്ചടക്കാൻ അവർ വിചാരിച്ചിട്ട് തന്നെ ഇല്ല. ദാറ്റ് ഈസ് ദ വിൽഫുൾ ഡിഫോൾട്ടേഴ്സ് മോസ്റ്റ്ലി ബിക്കോസ് ഓഫ് ലീഗൽ ലൂപ്പ് ഹോൾസ്. ലൂപ്പ് ഹോളുകൾ ഒക്കെ കണ്ടെത്തിക്കൊണ്ട് തിരിച്ചടക്കണം എന്ന ബോധമില്ലാതെ കടമെടുത്ത് മുങ്ങുന്നവർ. അതാണ് രണ്ടാമത്തേത്, ലാക്ക് ഓഫ് വില്ലിങ്നെസ്. NPA പ്രോബ്ലം ഓഫ് 1991 വാസ് ഡ്യൂ ടു ലാക്ക് ഓഫ് വില്ലിങ്നെസ്. 1991 വലിയൊരു രൂക്ഷമായ NPAൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അന്ന് കാരണം ലാക്ക് ഓഫ് വില്ലിങ്നെസ് ആയിരുന്നു. തിരിച്ചടക്കാൻ താല്പര്യമില്ല. അവർ തിരിച്ചടക്കാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചിരുന്നത്, നിയമത്തിലെ ലൂപ്പ് ഹോളുകളൊക്കെ വെച്ച് നോക്കിയുണ്ട്. ഇനി പോസ്റ്റ് 2008 ശേഷം NPA പ്രശ്നമുണ്ടായിരുന്നു. അവിടെ എന്തായിരുന്നു കാരണം? ഡ്യൂ ടു ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്. അവിടെ കാരണം എന്താണ്? വാസ് പ്രോബ്ലം ഡ്യൂ ടു എബിലിറ്റി, തിരിച്ചടക്കാനുള്ള ശേഷിയില്ല. എടുത്ത ഫേമുകൾക്കൊക്കെ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം അവരുടെ ബിസിനസ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഹയർ പ്രോഫിറ്റ്സ് വർ നോട്ട് അറ്റൈൻഡ് ആൻഡ് ദസ് NPAs വെന്റ്. അവർക്ക് കടം തിരിച്ചടക്കാൻ കഴിയാതാവുകയും അങ്ങനെയാണ് അത് NPA ആയിട്ട് മാറുകയും ചെയ്തത്. ഇനി ഈ പ്രശ്നങ്ങൾ, NPA എന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഏതാനും ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ്, സെറ്റിംഗ് അപ്പ് ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണൽസ് ടു സ്പീഡ് അപ്പ് റെസൊല്യൂഷൻ ഓഫ് NPA കേസസ്. NPAയുമായി ബന്ധപ്പെട്ട ഓരോ ഫേമുകൾ കടമെടുത്ത് NPAയുമായി ബന്ധപ്പെട്ട കേസുകളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പ്രത്യേക കോടതികൾ, അതിനെയാണ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, മജിസ്ട്രേറ്റ് തുടങ്ങിയവയ്ക്ക് പുറമേയുള്ള പ്രത്യേക ആവശ്യത്തിന് വേണ്ടി സ്ഥാപിക്കുന്ന കോടതികൾക്കാണ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണൽസ് സ്ഥാപിച്ചു. ദ സെക്കൻഡ് വൺ, സർഫേസി ആക്ട് 2002. വാട്ട് ഈസ് സർഫേസി ആക്ട്? സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ആക്ട്. It was one of the act passed by the government of India in order to deal with the problem of NPA. Under this act, banks were allowed to take control over the securities or collateral of the defaulting borrowers without intervention of court. അപ്പോൾ ഈ ആക്ട് ബാങ്കുകൾക്ക് എന്തിനുള്ള സാധ്യത നൽകുന്നു? കടം തിരിച്ചടക്കുന്നത് തെറ്റിച്ച ബോറോവേഴ്സിനെ, അത് ഇൻഡിവിജ്വൽസ് ആകട്ടെ ഫേം ആകട്ടെ, അവർ കടം വാങ്ങുന്നതിന് മുമ്പ് ചില കൊളാട്രലുകൾ അല്ലേ, അവരുടെ ആധാരം അല്ലെങ്കിൽ സ്വത്തുവകകളൊക്കെ വെക്കാറുണ്ട്. എന്നാൽ മാത്രമേ കടം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ കോടതിയുടെ അനുമതി ഇല്ലാതെ തന്നെ അതൊക്കെ ബാങ്കുകൾക്ക് എന്ത് ചെയ്യാം? അതൊക്കെ ബാങ്കുകൾക്ക് ഏറ്റെടുക്കാം. അതാണ് ഒന്ന് സർഫേസി ആക്റ്റിൽ വരുന്നത്. രണ്ടാമത്തേത്, ആ ആക്ടിൻ്റെ കീഴിൽ തന്നെ വരുന്നത്, ന്യൂ കമ്പനീസ് വർ സെറ്റ് അപ്പ് ഫോർ റിക്കവറി ഓഫ് ലോൺസ്. ഈ ലോൺസിനെ റിക്കവർ ചെയ്യാൻ വേണ്ടി പുതിയ കമ്പനികളെ സ്ഥാപിച്ചു. What are those companies? Asset Reconstruction Company, ARC. What does Asset Reconstruction Company mean? It is a type of NBFC. What is NBFC? Non-Banking Financial Corporation. And it is owned privately. ARC, that is Asset Reconstruction Company, is a type of NBFC which is owned privately. അവരെന്താണ് ചെയ്യുക? ARCs can buy NPA from the banks. ARCകൾ ബാങ്കുകളിൽ നിന്ന് NPA വാങ്ങുകയും അത് ഡിസ്കൗണ്ട് റേറ്റിൽ, അതേ വില കൊടുത്തല്ല, ഡിസ്കൗണ്ട് റേറ്റിൽ NPA വാങ്ങുകയും ഈ പ്രൈവറ്റ് കമ്പനികൾ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. അവർ ഏത് ഫേമാണോ കടം വാങ്ങിയത്, ഏത് ഫേമാണോ തിരിച്ചു കൊടുക്കാത്തത്, അവരെ ചെന്ന് കണ്ട് അവരോട് സംസാരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അതിൻ്റെ കേസൊക്കെ ഡീൽ ചെയ്ത് ആ പൈസ തിരിച്ച് വാങ്ങാനുള്ള, അഥവാ ലോൺ എടുത്ത സംഖ്യ തിരിച്ചു വാങ്ങാനുള്ള ശ്രമം ഇവർ നടത്തും. ഇതാണ് സർഫേസി ആക്ടിന് കീഴിൽ വരുന്നത്. മൂന്നാമത്തെ ഒന്ന്, റീസ്ട്രക്ചറിങ് ഓഫ് NPA. എന്താണ് റീസ്ട്രക്ചറിങ് ഓഫ് NPA? NPA മറികടക്കാനുള്ള സൊല്യൂഷൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൽ മൂന്നാമത്തേത് റീസ്ട്രക്ചറിങ് ഓഫ് NPA. ദാറ്റ് ഈസ് ബാങ്ക്സ് ഗിവിംഗ് കൺസെഷൻ ടു ഡിഫോൾട്ടിംഗ് ബോറോവേഴ്സ് സച്ച് ആസ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്, ലോങ്ങർ റീപേയ്മെൻറ്റ് പീരിയഡ് എക്സെട്ര. ബാങ്കുകൾ എന്താണ്, കൺസ്യൂമേഴ്സിന്, കടമെടുത്ത തിരിച്ചടക്കാത്തവർക്ക്
ചില ആനുകൂല്യങ്ങൾ, എക്സ്ട്രാ ആനുകൂല്യങ്ങൾ നൽകണം. എന്താണ്? അവർ എത്രയായിരുന്നോ പലിശ, ആ പലിശയുടെ അളവ് കുറച്ച് കൊണ്ടുവരിക, ടൈം കുറച്ചും കൂടി നീട്ടിക്കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചില ആനുകൂല്യങ്ങൾ കൊടുത്താൽ അവർ തിരിച്ചടക്കും എന്ന പ്രതീക്ഷയോടെ. നാലാമത്തെ ഒന്ന് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. അത് 2016 ഗവൺമെൻറ് പുതുതായി കൊണ്ടുവന്ന ഒരു ആക്റ്റാണ്, NPAസിൻ്റെ ഇഷ്യൂ അവസാനിപ്പിക്കാൻ വേണ്ടി. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. ഇൻ IBC എന്താണ് IBC പറയുന്നത്? ഫേംസ് വിത്ത് ഹയർ NPAs ആർ റെഫേർഡ് ബൈ ബാങ്ക്സ് ടു NCLT, നാഷണൽ കമ്പനീസ് ലോ ട്രൈബ്യൂണൽ. ബാങ്കുകൾ എന്ത് ചെയ്യും? കൂടുതൽ NPA ഉള്ള അഥവാ വലിയ ഒരളവ് കടമെടുത്ത് തരാതെ നടക്കുന്ന ഫേമുകളെ എന്ത് ചെയ്യും? നാഷണൽ കമ്പനീസ് ലോ ട്രൈബ്യൂണലിലേക്ക് അവരെ റെഫർ ചെയ്യും. ഇനി ഈ NCLT എന്ത് ചെയ്യും? NCLT വിൽ ഗോ ഓൺ ഹയറിംഗ് ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ടു ബിങ് റെസൊല്യൂഷൻ പ്ലാൻ ഫോർ ഡിഫോൾട്ടിംഗ് ഫേംസ്. ഇത്തരത്തിൽ ഡിഫോൾട്ട് നടത്തിയ ഫേമുകളെ അവരുടെ അവരുടെ ഈ ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി പ്രൊഫഷണൽസിനെ കണ്ടെത്തുകയും ഒരു റെസൊല്യൂഷൻ പ്ലാൻ. എന്താണ് റെസൊല്യൂഷൻ പ്ലാൻ? ഇത്ര മാസത്തിനുള്ളിൽ, ഇത്ര വർഷത്തിനുള്ളിൽ ഇത്ര തിരിച്ചടക്കും, ഇത്ര വർഷത്തിനുള്ളിൽ ഇത്ര തിരിച്ചടക്കും തുടങ്ങിയൊരു പ്ലാൻ. അങ്ങനെ ഒരു റെസൊല്യൂഷൻ പ്ലാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യുകയും അവരത് ഏൽപ്പിക്കുകയും ചെയ്യും. ഇഫ് ദ RP ഈസ് നോട്ട് സക്സസ്ഫുൾ ഇൻ 330 days. ഇപ്പോൾ റെസൊല്യൂഷൻ പ്ലാൻ എന്താണ്? 330 ദിവസത്തിനുള്ളിൽ അത് സക്സസ് ആയിട്ടില്ലെങ്കിൽ then liquidation of the defaulting firms by NCLT. ഈ liquidation of the defaulting firms എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫേമുകൾ എന്ത് ചെയ്യും? ഗവൺമെൻറ് ലാഭത്തിലോടുന്ന മറ്റ് ഫേമുകൾക്ക് വിൽക്കും. ഇപ്പോൾ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ എന്ന കമ്പനിയാണ് കടമെടുത്തത്. ഒരു 50,000 കോടി അവർ ബാങ്കിൽ നിന്ന് കടമെടുത്തു. അവർക്ക് തിരിച്ചടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എല്ലാ തരത്തിലുള്ള റീസ്ട്രക്ചറിങ് നോക്കി ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡിൽ വരുന്ന ഈ രീതിയിലുള്ള NCLTക്ക് റെഫർ ചെയ്തു. NCLT കുറേ ഇൻസോൾവൻസി പ്രൊഫഷണൽസിനെ ഏൽപ്പിച്ചു, റെസൊല്യൂഷൻ പ്ലാൻ തയ്യാറാക്കി. എന്നിട്ട് 330 ദിവസം കഴിഞ്ഞിട്ട് ഈ റെസൊല്യൂഷൻ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിൽ കടം തിരിച്ചടക്കാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ NCLT എന്ത് ചെയ്യും? നാഷണൽ കമ്പനീസ് ലോ ട്രൈബ്യൂണൽ എന്ത് ചെയ്യും? അവരുടെ സ്വത്തുവകകൾ വിൽക്കും. ലാഭമുള്ള കമ്പനികൾക്ക് അതൊക്കെ ഏറ്റെടുക്കാം, ആ കടം തിരിച്ചടക്കാം. ഇതൊക്കെയാണ് ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ചില സൊല്യൂഷൻസ്. എന്നിട്ട് പോലും ഇപ്പോഴും NPA ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.